நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരു പദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരുണ്യത്തിന് വേണ്ടി മാണിക്യവാചക സ്വാമി ശിവൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ഏറ്റവും ഹൃദയാവർജകമായ ചില ഭാവതരംഗങ്ങളെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത്രമേൽ ഭക്തി കൊണ്ട് ശരിക്കും ഭ്രാന്തചിത്തത്തോടെ ശിവന് വേണ്ടി കരഞ്ഞ് നിലവിളിക്കുന്ന മാണിക്യവാചകരുടെ തീവ്രമായ ഭക്തിയുടെ ഉത്തുംഗമായ ഒരവസ്ഥാവിശേഷമാണ് ഈ പദ്യത്തിലെ 10 പദ്യങ്ങളിലും നാം കാണുന്നത്. നമുക്കത് നോക്കൂ. ഉടലോട് ഈ ഉലകിൽ ഞാനിനി വാഴുകയില്ല, ശങ്കരാ പോറ്റി, വിണ്ണിൽ ആദ്യനെ പോറ്റി, നിത്യം യൗവനമാർന്നവനെ നിസ്തുല പോറ്റി, ഉമ്പർ തമ്പുരാൻ പോറ്റി, ചിദംബരത്തിലാടുന്നോനെ പോറ്റിടാം ഞങ്ങളുടെ നിർമ്മല പോറ്റി പോറ്റി. അല്ലയോ പോറ്റി, ഉടലോട് ഈ ഉലകിൽ ഞാനിനി വാഴുകയില്ല. ഈ ശരീരത്തിൽ ഇനി എനിക്ക് വാഴാൻ താല്പര്യമില്ല. കാരണം കാരിരുമ്പ് പോലുള്ളൊരു ഹൃദയമാണ് എനിക്കുള്ളത്. അങ്ങയോടുള്ള ഭക്തി എനിക്ക് വേണ്ടത്ര ഇല്ല താനും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ ഉടൽ കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, ഈ ഉടൽ അങ്ങ് തന്നെ എടുത്തുകൊള്ളൂ. ഈ ഉടൽ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ ഉടൽ ശിവഭജനത്തിന് വേണ്ടി, ശിവസേവയ്ക്ക് വേണ്ടി ഇതേവരെ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഈ ഉടൽ, അങ്ങനെയുള്ള ഈ നികൃഷ്ടമായ ഉടൽ ഭഗവാനെ എനിക്ക് വേണ്ട. ഉടലോട് ഈ ഉലകിൽ ഞാനിനി വാഴുകയില്ല. അങ്ങനെയുള്ള ഈ ഉടലുകൊണ്ട് ഇനി ഞാൻ ഈ ഭൂമിയിൽ വാണിട്ട് എന്താണ് പ്രയോജനം? അങ്ങയുടെ കാരുണ്യമില്ലാതെ, അങ്ങയുടെ അനുഗ്രഹമില്ലാതെ ഈ ഭൂമിയിൽ പിറന്നിട്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ശങ്കര പോറ്റി, വിണ്ണിലാദ്യനെ പോറ്റി, നിത്യ യൗവനമാർന്നവനെ നിസ്തുല പോറ്റി, ഉമ്പർ തമ്പുരാൻ പോറ്റി, ചിദംബരത്തിലാടുന്നവനെ പോറ്റിടാം ഞങ്ങളുടെ നിർമ്മല പോറ്റി പോറ്റി. അപ്പോൾ അല്ലയോ പോറ്റി, അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ ഉടലെടുത്തുകൊള്ളൂ. എനിക്കത് വേണ്ട. കാരണം ഈ ഉടൽ കൊണ്ടൊരു പ്രയോജനവുമില്ല. അങ്ങയുടെ സേവ ചെയ്യാൻ ഈ ഉടൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഈ നിന്ദ്യമായ ഉടൽ കൊണ്ട് എന്താണൊരു പ്രയോജനം? അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, എൻ്റെ ഈ ഉടൽ എടുത്തിട്ട് പകരം ദിവ്യമായ ഒരുടൽ, അതായത് ശിവസേവ ചെയ്യാൻ പറ്റിയ ഒരുടൽ എനിക്ക് നൽകുക. നമഃശിവായ പോറ്റി, പാമ്പിനെ പൂണുന്നോനെ മോഹമാന്നിരിക്കുന്നേൻ നമഃശിവായ പോറ്റി, ആശ്രയം മറ്റൊന്നില്ല നമഃശിവായ പോറ്റി, പുറത്താക്കിയിടൊല്ലെന്നെ നമഃശിവായ പോറ്റി, ജയ ജയ പോറ്റി പോറ്റി, നമഃശിവായ പോറ്റി. ഇവിടെ നോക്കൂ, നമഃശിവായ എന്ന് പലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമഃശിവായ. പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ തവണ നമഃശിവായ പോറ്റി, പാമ്പിനെ പൂണുന്നോനെ പോറ്റി, മോഹമാതിരിക്കുന്നേൻ നമഃശിവായ പോറ്റി, നമഃശിവായ പോറ്റി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ തീവ്രമായ ആവർത്തനം ഈ ഉടലിനെ ശുദ്ധീകരിക്കുമെന്ന് മാണിക്യവാചകർ നമുക്ക് ഉറപ്പ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമഃശിവായ പോറ്റി എന്ന് പറയുന്നതിലൂടെ ഒരാളുടെ മനസ്സിനെ വളരെ മൃദുലമാക്കി മാറ്റി, സ്നേഹപൂർണ്ണമാക്കി
മാറ്റി സേവനപൂർണ്ണമാക്കി മാറ്റാൻ ഈ നമഃശിവായ മന്ത്രത്തിന്, പഞ്ചാക്ഷരി മന്ത്രത്തിന് കഴിയുന്നു. അങ്ങനെ പഞ്ചാക്ഷരി മന്ത്രത്താൽ ഒരു ജപമാല തീർത്തുകൊണ്ട് ഭഗവാനെ മാണിക്യവാചകർ അർച്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജപമാലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ജപമാല ശരിക്കും മാണിക്യവാചകരുടെ ഹൃദയത്തിൽ വിരിഞ്ഞ വാക്കുകളാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് കോർത്തുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ ജപമാലയിലൂടെ തന്നെ ഒരാൾക്ക് ശിവസാക്ഷാത്കാരം കിട്ടും. അപ്പോൾ ഈ ഉടലിനെ പരിശുദ്ധമാക്കാൻ, ഈ മനസ്സിനെ പരിപാവനമാക്കാൻ ഈ നമഃശിവായ മന്ത്രത്തിന്, ഈ കാരുണ്യത്തിനു വേണ്ടിയുള്ള മാണിക്യവാചകരുടെ ഈ കേഴലിലെ 10 പദ്യങ്ങളിലൂടെ തന്നെ ഒരാൾക്ക് സാധിക്കും. അപ്പോൾ ഒരു നമഃശിവായ എന്ന ജപമാലയാണിത്. ഓർക്കുക, ഇതൊരു ജപമാലയാണ്. പോറ്റിയുടെ തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, പോറ്റിയുടെ ആ തിരുമഹിമ പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ മാണിക്യവാചകർ ഒരു മഹാ ജപമാല ഉണ്ടാക്കി നമുക്ക് സമ്മാനിക്കുകയാണ്. ഈ ജപമാല നമ്മളും ആവർത്തിക്കുന്നതിലൂടെ, ഈ ജപമാലയിലൂടെ തന്നെ നമുക്ക് ശിവസാക്ഷാത്കാരം കിട്ടും. പോറ്റിടാം എന്നെപ്പോലെ പൊയ്യാർന്നവരെ ആളും കാരുണ്യനിധി നിൻ്റെ പാദങ്ങൾ പോറ്റിടുന്നേൻ, നാഥനെ പോറ്റിടുന്നേൻ. നിൻ കൃപാവായിയാകും പുതിയ പൂന്തേൻ പോറ്റി പാരും നീർനീയും കാറ്റും ഉയിരും വാനുമായി തിങ്കളും കതിരോനും ആയിരിക്കുന്നവനെ ഈശ്വര പോറ്റിടുന്നേൻ. അല്ലയോ ഈശ്വര, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചാലും. എങ്ങനെ ഈശ്വര, അങ്ങ് എങ്ങനെയുള്ളവനാണ്? പാരും ജലവും തീയും കാറ്റും ഉയിരും വാനുമായി തിങ്കളും കതിരവനുമായി, അതായത് പഞ്ചഭൂതങ്ങളായിട്ടും സൂര്യചന്ദ്രന്മാരായും വിലസുന്ന അല്ലയോ ഭഗവാനെ ഞങ്ങളെ രക്ഷിച്ചാലും. അതാണ് പഞ്ചഭൂതങ്ങളങ്ങാണ്. ഏതൊക്കെയാന്ന് നോക്കൂ. പാര്, ജലം, തീയ്, കാറ്റ്, ഉയിര്, വാന്, പിന്നെ തിങ്കള്, കതിരോൻ. അങ്ങനെ ചന്ദ്രസൂര്യന്മാരും അതേപോലെ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ളവനെ, അതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവായിട്ടുള്ളവനെ, അതിൻ്റെ എല്ലാം അധിനായകനായിട്ടുള്ളവനെ ഭഗവാനെ ഞങ്ങളെ രക്ഷിച്ചാലും പോറ്റുക. എന്നെപ്പോലെ പൊയ്യാർന്നവനെ ആളും കാരുണ്യനിധേ, എന്നെപ്പോലെ പൊയ്യായ ജീവിതം നയിക്കുന്ന, വൃഥാ ജീവിതം നയിക്കുന്ന, നിസാര ജീവിതം നയിക്കുന്ന എന്നെപ്പോലുള്ളവരെ അല്ലയോ ഭഗവാനെ അങ്ങ് പോറ്റുക. നിൻ പാദങ്ങൾ പോറ്റിടുന്നേ, നിൻ്റെ പാദങ്ങളെ ഞാനിതാ നമിക്കുന്നു, ആ പാദങ്ങളെ ഞാനിതാ പിന്തുടരുന്നു. നാഥനെ എന്നെ പൊറ്റിയാലും നിൻ കൃപാവാരിയാകും പുതിയ പൂന്തേൻ പോറ്റി. നിൻ്റെ വാരിയാകുന്നു, നിൻ്റെ കൃപാസമുദ്രത്തിൽ എന്നെയും ഉൾക്കൊള്ളണമേ. ആ കൃപാസമുദ്രം എന്നിലേക്കും ഒന്ന് ചൊരിയണമേ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കൃപ എന്നിലേക്കും ഒന്ന് ചൊരിയണമേ. അങ്ങനെ എൻ്റെ മനസ്സിലെ ഇരുട്ടിനെയും ഇല്ലാതാക്കണമേ. പൊയ്യാർന്നവൻ ഞാൻ വെറും നിസാരനും പൊയ്യാർന്നവനുമാണ്, തെറ്റുകളുടെ ഒരു മഹാകൂമ്പാരവുമാണ്. അങ്ങനെ തെറ്റുകളുടെ കൂമ്പാരമായിട്ടുള്ള ആ പൊയ്യാർന്ന ജീവിതം നയിക്കുന്ന എന്നെ അല്ലയോ ഭഗവാനെ അങ്ങ് ഉൾക്കൊണ്ട് എന്നിൽ കൃപ ചൊരിയണേ എന്ന് നിരന്തരം കാരുണ്യത്തിനു വേണ്ടി കേണ് പ്രാർത്ഥിക്കുകയാണ് ഈ ജപമാലയിൽ മാണിക്യവാചകർ ചെയ്യുന്നത്. പോറ്റിടാം എന്നെപ്പോലെ പൊയ്യാർന്നവരെയാളും കാരുണ്യനിധി നിൻ്റെ പാദങ്ങൾ പോറ്റിടുന്നേൻ, നാഥനെ പോറ്റിടുന്നേൻ. നിൻ കൃപാവാരിയാകും പുതിയ പൂന്തേൻ പോറ്റി പാരും നീർത്തീയും കാറ്റും ഉയിരും വാനുമായി തിങ്കളും കതിരോനുമായിരിക്കുന്നവനെ ഈശ്വര പോറ്റുക. ഈശ്വര പോറ്റി എന്നിൽ തൃക്കണ്ണ് പതിയേണം, പാശമറ്റിയിടുമാറൻ ഉള്ളുരുക്കി എന്നെ കൈക്കൊണ്ടിടണം പോറ്റി. ഈ ഉടൽ കളഞ്ഞിട്ട് വിരിഞ്ഞു വന്ന് മോക്ഷമാരുളിയിടണം പോറ്റി. ചിടയിൽ ആറുള്ളോനെ ശങ്കര പോറ്റി. അങ്ങ്
എന്നെ രക്ഷിക്കണമേ. ഇങ്ങനെ തൃക്കണ്ണ് പതിയണം. ഈ ഏഴയായ എന്നിൽ അങ്ങയുടെ കണ്ണുകൾ പതിയട്ടെ. അങ്ങ് എന്നെ സ്നേഹാർദ്രമായി നോക്കുക. അങ്ങയുടെ ആ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ഞാൻ മുക്തനായിത്തീരും. അങ്ങനെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ആ നോട്ടത്തിലൂടെ അല്ലയോ ഭഗവാൻ എൻ്റെ ദുഷ്ടത മുഴുവൻ ഇല്ലാതാകുകയും ഞാൻ ശിവഭക്തനായി മാറുകയും ചെയ്യും. പാശമറ്റിയിടുമാറൻ ഉള്ളുരുക്കുക. എൻ്റെ ഉള്ളിനെ ഉരുക്കി, ഇരുമ്പ് പോലെയുള്ള എൻ്റെ ഉള്ളിനെ ഉരുക്കി എൻ്റെ പാശങ്ങളെയെല്ലാം അങ്ങ് അറുത്തു മാറ്റുക. നാം കണ്ടതാണ്, അനേകം പാശങ്ങളാൽ ബദ്ധനാണ് മർത്യൻ. അതായത് ആണവം, കർമ്മം, മായ തുടങ്ങിയ മലങ്ങളാകുന്ന പാശങ്ങൾ കൊണ്ട് ബദ്ധനാണ് ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ആ ബദ്ധനായിട്ടുള്ള എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് രക്ഷിച്ച് ആ തൃക്കണ്ണ് എന്നിലൊന്ന് പതിയട്ടെ. അങ്ങനെ ഞാൻ രക്ഷപ്പെടട്ടെ. വിരഞ്ഞു വന്ന് മോക്ഷമരുളിയിടണം. എനിക്കല്ലയോ ഭഗവാൻ എന്നെ തേടി വന്ന് അങ്ങ് എനിക്ക് മോക്ഷം തരണം. ചിടയിൽ ആറുള്ളവനെ, ചിടയിൽ എപ്പോഴും ഗംഗയെ ധരിക്കുന്നവനാണ് അങ്ങ്. അതായത് അങ്ങയുടെ ജടയിൽ ശിരസിൽ ഗംഗയുണ്ട്. ഈ ഗംഗ എന്താണ്? സ്നേഹത്തിൻ്റെ ഗംഗയാണ്, കാരുണ്യത്തിൻ്റെ ഗംഗയാണ്. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ഗംഗയിൽ എന്നെയും ആമഗ്നനാക്കാൻ അല്ലയോ ഭഗവാൻ അങ്ങ് ശങ്കര പോറ്റി ശ്രദ്ധിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലയോ പോറ്റി എന്നെ എൻ്റെ ഈ ദുഷ്ടമായ ശരീരത്തിൽ അങ്ങയുടെ തൃക്കണ്ണ് പതിയട്ടെ. അങ്ങനെ എൻ്റെ പാശത്തെ അങ്ങ് അറുത്ത് കളയുക എന്നാണ് മാണിക്യവാചകർ താണു വീണ് കേണ് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. ഈ ഭാവം തന്നെയാണ് ശതരുദ്രീയത്തിൽ നാം കാണുന്നത്. ഇതേ ഭാവം തന്നെയാണ് ശതരുദ്രീയത്തിൽ നാം കാണുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. നമസ്തേ രുദ്ര മന്യവ ഉദോത്ത ഈഷവേ നമ. നമസ്തേ അസ്തു ധന്യുനേ ബാഹ്യാഭ്യാമുദതേ നമഃ. ശതരുദ്രീയത്തിലെ വളരെ പ്രഥമ അനുവാകത്തിലെ ഒരു മന്ത്രമാണിത്. അങ്ങ് അത്യന്തം അനുകമ്പയോടുകൂടി ഉപദേശിച്ച ശ്രുത്യാദികളിൽ നിന്ന് തത്വശകലം അറിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങയുടേതാണെന്നും അടിയൻ്റേതല്ലെന്നും നിശ്ചയമായിരിക്കുന്നു. അവിവേകം കൊണ്ടുണ്ടായ ഈ തെറ്റിൽ പശ്ചാത്തപിച്ച് അങ്ങയെ ശരണം പ്രാപിക്കുകയെന്നല്ലാതെ മറ്റൊരു പോംവഴിയും അടിയൻ കാണുന്നില്ല. ഏത് കാരണങ്ങളെ അടിയൻ സ്വാർത്ഥത്തിനു വേണ്ടി ഉപയോഗിച്ചുവോ ഇതാ അവ ഇപ്പോൾ അങ്ങയുടെ ശരീരാവയവങ്ങളാകുന്ന പ്രാണികളുടെ സേവനത്തിനായി സമർപ്പിച്ചു കൊള്ളുന്നു. ഇനി അടിയനോട് ക്രോധിക്കരുതേ. അങ്ങ് അധാർമികനായ അടിയനിൽ ക്രോധിച്ച് പ്രയോഗിപ്പാൻ നിശ്ചയ ബാണത്തെയും ഇതാ നമസ്കരിച്ചു കൊള്ളുന്നു. ആ ബാണത്തെ പശ്ചാത്തപിച്ച് കൊണ്ടിരിക്കുന്ന അടിയൻ്റെ നേരെ പ്രയോഗിക്കാതിരിക്കണമേ. അതുപോലെ ആ കുലച്ച വില്ലും ബാണം വിടുന്നതിന് ഉപയോഗപ്പെടുത്താതിരിക്കണമേ. സ്വധർമ്മ വിമുഖനായ അടിയൻ്റെ നേരെ ക്രോധിച്ച് ശരം കോർത്ത് വിടുവാൻ ഞാൻ കെട്ടിക്കുലച്ച് പിടിച്ചതാണെങ്കിലും മേലിൽ നിയമാനുസൃതം പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത് ക്ഷമാപണം ചെയ്യുന്ന അടിയൻ്റെ നേരെ കെട്ടിക്കുലയ്ക്കാതിരിക്കണമേ. അധർമ്മം പ്രവർത്തിക്കുന്നവരിൽ അലിവില്ലാതെ ആയുധപ്രയോഗം ചെയ്യുന്ന ആ തൃക്കൈകൾ കൊണ്ട് വില്ലും ശരവും തള്ളി അങ്ങയിൽ സർവസ്വവും സമർപ്പിച്ച് അഹിംസനായ അടിയനെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അടുത്ത മന്ത്രത്തിലും ഇതേ ഭാവം തന്നെയാണ് ചിത്രീകരിക്കുന്നത്. ഇതാ നോക്കൂ. ഘോരവും ശിവവുമായ അങ്ങയുടെ രണ്ട് ശരീരങ്ങളിൽ വച്ച് ശാന്തവും അതുകൊണ്ട് തന്നെ ഘോരമല്ലാത്തതും ദുഃഖകാരണവുമായ പാപത്തെ പ്രകാശിപ്പിക്കാത്തതും സുഖത്തെ അരുളുന്നതുമായ ശരീരം കൊണ്ട് സകല പ്രാണികൾക്കും സുഖമരുളുന്ന കൈലാസവാസിയായ രുദ്ര അടിയങ്ങളുടെ മുമ്പിൽ പ്രകാശിച്ച് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
ഈശ്വരൻ്റെ തടസ്ഥ ലക്ഷണവും സ്ഥൂല രൂപ ലക്ഷണവും പ്രത്യേകം പറഞ്ഞ് പിന്നെയും അധർമ്മത്തെ നശിപ്പിക്കുന്ന ഉഗ്രരൂപമോർത്ത് ഭക്തനെ മാത്രമല്ല സ്ഥാവര ജംഗമ വസ്തുക്കളെയും കൂടി ഹിംസിക്കരുതെന്ന് പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹേ ഗിരിശന്ത, കൈലാസവാസിയും ലോകക്ഷേമ തൽപരനുമായ രുദ്ര, അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കാത്തവരിൽ പ്രയോഗിക്കുവാൻ കയ്യിൽ ധരിച്ചുള്ള ആ ബാണത്തെ ഹേ ഗിരീശ ശാന്തമാക്കി ചെയ്താലും അതുകൊണ്ട് മനുഷ്യനെയും ഇതര പ്രാണികളെയും ഒരിക്കലും അങ്ങ് ഹിംസിക്കാതെ രക്ഷിക്കണമേ. ഇതാണ് ശതരുദ്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന ശരിക്കും ശിവനോട് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു ശിവഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലൂടെ ശിവൻ പ്രീതിപ്പെടുകയും ശിവൻ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് മാണിക്യവാചകരുടെ ഈ സ്തവമാലയിൽ നാം കാണുന്ന മഹനീയമായ ഒരു പ്രത്യേകത. ഓം ശിവായ നമഃ.